ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കപ്പ് കേക്ക്സ് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇന്ന് കാണിക്കുന്നത് ഹോട്ട് മിൽക്ക് കപ്പ് കേക്ക്സ് ആണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക്സ് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ആഡ് ചെയ്ത് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇത് നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവണ വരെ നമ്മൾ ബീറ്റ് ചെയ്യാണ്. ഈ സ്റ്റെപ്പ് നമ്മൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യണം. ഒരു റിബൺ കൺസിസ്റ്റൻസി ആവണ വരെ നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് വനില പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വനില എസൻസ് ഇല്ലാത്ത കാരണം ഞാൻ വനില പൗഡർ യൂസ് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് വനില എസൻസ് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൈദ, ബേക്കിംഗ് പൗഡർ, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി അരിച്ചതിന് ശേഷം 1-2 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരുപാട് നേരം ഇതിനെ മിക്സ് ചെയ്യരുത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറേ സമയം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് എടുക്കാനേ പാടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബട്ടറും മിൽക്കും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിനൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ എടുക്കാം. ഇനി ഈ ചൂടുള്ള പാലിൻ്റെ മിക്സിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിന്ന് 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമ്മളിതിനെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ബട്ടറും മിൽക്കും കൂടെ മിക്സ് ചെയ്തത് നേരിട്ട് ബാറ്ററിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ മിക്സ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതേപോലെ എല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് എടുക്കുക. ചൂടോട് കൂടി തന്നെയാണ് ഈ ബട്ടറിൻ്റെയും മിൽക്കിൻ്റെയും കൂടെ മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ കപ്പ് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പകുതി മുതൽ 1/4 പോർഷൻ വരെ ഫില്ല് ചെയ്താൽ മതി. ഞാനിവിടെ വലിയ സൈസിലുള്ള കപ്പ് കേക്ക് ലൈനേഴ്സാണ് യൂസ് ചെയ്തത്. നോർമൽ കപ്പ് കേക്ക്സ് ആണെങ്കിൽ ഒരു 12 കപ്പ് കേക്ക്സ് വരെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 20 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും നമ്മൾ കപ്പ് കേക്ക്സ് റെഡി ആയിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്ക്സ് ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.